ആദ്യം PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. അധികാരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കാണുന്നു. വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമല്ല, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന പ്രായോഗിക നിലപാടുകളാണ് പ്രധാനം എന്നുള്ളതാണ്. എന്താ നമ്മൾ കേക്കണേ? PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു, അതും പിണറായി വിജയൻ ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായ ആ PM ശ്രീ പദ്ധതി കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ എന്താ, നമ്മുടെ പാളയം ഇമാമ് VP ഷുഹൈബ് മൗലവി അടക്കമുള്ള ആളുകൾ വിമർശനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഷുഹൈബ് മൗലവിയുടെ നെഞ്ചത്തേക്ക് ഇനി ആരും കയറാൻ നിൽക്കണ്ട കേട്ടോ. ചില ആളുകളൊക്കെ ഉസ്താദിനോടൊപ്പം ഒരു സത്യവിശ്വാസിയുടെ മനസ്സിലെ വിങ്ങലാണ് ഈ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ? ആണല്ലോ. സത്യവിശ്വാസികളെല്ലാം ഇവിടെ ലീഗ് വന്നാൽ മാത്രമാണ് ഞങ്ങൾ സത്യവിശ്വാസികൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൈപ്പത്തിയും കോണിയും കുത്തിയ ആൾക്കാരല്ലേ. ഇവിടെ കോൺഗ്രസ് വന്നാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു ഭരണം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസിനൊക്കെ കുത്തിയതല്ലേ. അങ്ങനെ കുത്തുന്നതിനിടയ്ക്ക് 3 താമര വിരിഞ്ഞതിനെ പറ്റിയിട്ട് ആരും ചർച്ച ചെയ്തില്ല. ഇവിടെ ഒരു താമര പോലും വിരിയരുതെന്ന് ആഗ്രഹിക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തത് LDF മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? 3 താമരയ്ക്ക് വേണ്ടിയിട്ടാണോ ഇപ്പൊ ഭരിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഉസ്താദിന്റെ വാക്ക് കേട്ടിട്ട് ചാനലുകൾ മുഴുവൻ ഇപ്പോൾ ഈ കോൺഗ്രസിനെതിരെയാണ്, ഈ ഭരണത്തിനെതിരെയാണ്. അതിപ്പോ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ചാനലുകൾ മുഴുവൻ സത്യം മാത്രം വിളിച്ചു പറയാം. ചില ചാനലൊക്കെ ചോദിക്കുന്നുണ്ട് ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചിലവരൊക്കെ പറയുന്നുണ്ട് ചോദ്യം ചോദിക്കുന്നില്ല, നിങ്ങളങ്ങോട്ട് ന്യായീകരിച്ചോ എന്ന് പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ ആരെയും ചർച്ചയ്ക്ക് വിളിക്കാതെ സുഹൃത്തുക്കളെ ഇതാണ് സത്യം എന്നടക്കം പറയുന്നുണ്ട്. ഒക്കെ കേൾപ്പിച്ചുതരാം, ഒക്കെ കാണിച്ചു തരാം. പൂവരുതേ, ആദ്യം ഇമാമിനെ ഫുള്ളായിട്ട് കേൾക്കാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കുക, നിലപാടുകൾ കൊണ്ട് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ ഷുഐബ് നബി അലൈഹിസ്സലാമയുടെ വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ജനതയോട് പറയാണ്, വമാ ഉരീദു അൻ നുഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. ഏത് കാര്യത്തിൽ നിന്നാണോ ഞാൻ നിങ്ങളെ വിലക്കുന്നത് അതേ കാര്യം ചെയ്യുന്നവനായി ഞാൻ ഉണ്ടാവില്ല. നിങ്ങളെ വിലക്കുന്ന കാര്യം തന്നെ പ്രവർത്തിക്കുന്ന ല്ല ഞാൻ. അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുമായി എതിരായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്ന കാര്യങ്ങൾ സ്വയം പ്രവർത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു പ്രവാചകന്റെ മാത്രം വാക്കല്ല, ഇത് മുഴുവൻ പ്രവാചകന്മാരുടെയും നില. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ മൗലിയോട് ഒരു അല്പം എതിർപ്പുണ്ട്. പ്രവാചകന്റെ വാക്കുകളൊക്കെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നത്, അല്ലേ? എന്തിലൊക്കെ ആവട്ടെ, അതേ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതായിരിക്കും. ാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, വാക്കും പ്രവൃത്തിയും ഒന്നായി, ജീവിതം കൊണ്ട് മാതൃകയായി, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ഇച്ഛാശക്തിയുള്ള എന്തൊക്കെ വാക്കുകളാണ് ബഹുമാനപ്പെട്ട മൗലവി സാഹിബ് പറയുന്നത്. വാക്കും പ്രവൃത്തിയും അല്ലേ ഒന്നുപോലെയാവണം. നിലപാട് തന്നെയാവണം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞ നിലപാടുകളൊന്നും ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ മറന്നു പോകരുത് എന്നൊക്കെ പറയാതെ പറയുകയല്ലേ നമ്മുടെ മൗലവി ചെയ്യുന്നത്, അല്ലേ? എത്ര ശക്തമായിട്ടുള്ള വിമർശനമാണ്. കേരളത്തിലെ ഓരോ മുസ്ലിമുകളും പറയാൻ ആഗ്രഹിക്കുന്നത് ഇമാമ് പറഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. മുസ്ലിംകാരെന്തായാലും മിണ്ടില്ല നമുക്ക് കേൾക്കണേ. അപ്പൊ കേരളത്തിലെ ഓരോ മുസ്ലിങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇമാമ് പറഞ്ഞിരിക്കുന്നു. ഇനി വേണമെങ്കിൽ ചാനലുകൾ എങ്ങനെയാണ് ഇപ്പൊ ഈ നിമിഷത്തെ പറ്റി പറയുന്നതെന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. സുഹൃത്തുക്കളെ, കേട്ടോക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇനി താങ്കളെ ആരെങ്കിലും നിലപാടിന്റെ രാജകുമാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ അവരെ വിളിച്ചിട്ട് പറയണം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ല എന്നുള്ളത് പറയണം. കാരണം എനിക്ക് വായിൽ തോന്നുന്ന സമയത്ത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം എന്നുള്ളത് താങ്കൾക്ക് വേണ്ടി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നവരോടൊക്കെ പറയണം. എന്തല്ലേ ആന്റോ അഗസ്റ്റിനൊക്കെ പറയുന്ന വാക്കുകൾ ആലോചിച്ച് നോക്കി. നമ്മുടെ മുഖ്യമന്ത്രിക്ക്
യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ല എന്നല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇമാമും പറഞ്ഞ് നല്ല താളത്തിൽ ഗംഭീരമായിട്ട് ഖുർആനിലൊക്കെ വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകന്റെ വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ താളത്തിൽ ഇമാമ് പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഒരേ സംഗതിയല്ലേ? വെറേ വാക്ക് മാത്രം പോരാ, പ്രവൃത്തിയും വേണമെന്ന് പറയും അല്ലേ? വാക്കർത്ഥ എന്നുള്ള വാക്കൊക്കെ ഉണ്ട്. നമ്മൾ കോളേജ് രംഗം പഠിക്കുമ്പോൾ ഉള്ളൊരു നമ്മളെ പഠിപ്പിച്ചൊരു വലിയ അധ്യാപകൻ അന്നൊരു പ്രോഗ്രാമിന് പേരിട്ട് അങ്ങനെയായിരുന്നു, വാക്കർത്ഥ, വാക്കും അർത്ഥവും. കൺമ എന്ന് പറയുന്ന വാക്കൊക്കെ അദ്ദേഹം അന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ, വാക്കർത്ഥ. എന്തായാലും അത് ഏതോ ഒരു ഗ്രന്ഥത്തിലുള്ളൊരു വരി കൂടിയാണ്, കാളിദാസന്റെയോ സംതിങ് ലൈക്ക്, ഐ ഫോർഗെറ്റ് ഇറ്റ്. എന്തായാലും ഇപ്പൊ എന്ത് വിമർശനം ആലോചിക്കുക, അവർ വലിയ ബുദ്ധിമുട്ടിലാവും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിങ്ങനെ എന്താണ് PM ശ്രീനെ കുറിച്ചിട്ട് VD സതീശൻ പറഞ്ഞത്, വെറുതെ ഗൂഗിൾ VD സതീശൻ PM ശ്രീ എന്ന് മാത്രം ടൈപ്പ് ചെയ്തപ്പോ ഒരു വാർത്ത കിട്ടി, ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. CPM BJP ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M. ഇപ്പോ CPM BJP ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം, RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. അതിനെ എതിർക്കാൻ പോലും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അലക്കി പൊളിക്കുകയാണ് മാധ്യമങ്ങൾ. ചില ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നേ, ഇത് കേട്ടോക്കേ. അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. തെറ്റായ പ്രസ്താവനയാണ് VD സതീശൻ നടത്തിയിരിക്കുന്നത്. പാർലമെന്റിൽ നൽകിയിട്ടുള്ള ഉത്തരത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പണം സ്വീകരിച്ച സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേര് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 1 മുതൽ 35 വരെ ഇതിലാരുടെ പാട്ടൊക്കെ കൊടുത്തേ, സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ്. PMC പദ്ധതി കണ്ടില്ലേ, കൃത്യമായിട്ടും പറയുന്നു, തെറ്റായ വിവരങ്ങളൊന്നും കൊടുത്തിട്ട് ജനങ്ങളെ വഞ്ചിക്കല്ലേ. PMC പദ്ധതിയിൽ അങ്ങനത്തെ സംഭവം ഇല്ല എന്ന് തന്നെ പറയുന്നു. കേരളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കാതിരിക്കുക എന്നുള്ളതാണ് അഭ്യർത്ഥന. PMC പദ്ധതിയെ കുറിച്ച് പാർലമെന്റിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് ഉത്തരവും കിട്ടി. ആ ഉത്തരം വളരെ വ്യക്തമായി കാണിക്കുന്നത് കേരളത്തിലെ മുൻ ഗവൺമെന്റ് 1 രൂപ പോലും PMC പദ്ധതിയിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നാണ്. കേരളത്തിൽ നടപ്പിലാക്കപ്പെടാത്ത ഒരു പദ്ധതിയാണ് PMC എന്ന് വ്യക്തമായിരിക്കുന്നു. 2, ഈ പദ്ധതിയിൽ ചേരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് എന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് വിട്ടുനിൽക്കാമെന്നുള്ളതാണ്. ഇനിയിപ്പോ പിണറായി വിജയനെ ഒപ്പിട്ട് തന്നെ വിചാരിക്കും നിങ്ങൾ, ഒപ്പിട്ട് ശരി, എടോ കോൺഗ്രസ് ഗവൺമെന്റ് പറഞ്ഞ വാക്കൊക്കെ കോൺഗ്രസ്സുകാര് പാലിക്കുകയാണെങ്കിൽ, ഞങ്ങൾ അതിനെ ചവിട്ടിയൊട്ടെ വലിച്ചെറിയുന്ന പറയുന്ന വാക്കൊക്കെ പാലിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള അധികാരം ഉണ്ടെന്നേ. ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, ഞങ്ങളിത് നടപ്പിലാക്കുന്നില്ല, ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ പോരെ. ഈ വാക്ക് പറയാതെ ഞങ്ങൾ ഉപസമിതി ഉണ്ടാക്കുന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? കേട്ടോക്കിയേ. ഏറെക്കുറെ കുബുദ്ധിയായിരുന്നോ എന്നൊരു സംശയമാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം, PMC നടപ്പിലാക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഈ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നതാണല്ലോ, ഞങ്ങൾ ഉപസമിതി തീരുമാനം എന്തിനാണ് ആ ഉപസമിതിയും മറ്റൊക്കെ അല്ലേ? കേരളത്തിന്റെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ BJP ഭരിക്കുന്നതിന് കാരണക്കാരനായ കൗൺസിലർമാരിൽ സുഗതൻ എന്ന് പറയുന്ന ഒരു കൗൺസിലർക്ക് ഇന്ന് അയോഗ്യത കൽപ്പിക്കപ്പെടുമായിരുന്നിട്ടും ആ സുഗതനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആഭ്യന്തര സെക്രട്ടറി സർക്കുലർ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് കേരളത്തിൽ ഒരു BJP ഞാനൊന്നും മിണ്ടുന്നില്ല അതിനെ പറ്റിയിട്ട്. സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. 5 വർഷം നമ്മൾ ഇങ്ങനെ പോണല്ലോ എന്നുള്ളതാണ്. ബൈ.